മച്ചമ്പീസ് വന്ന് നമ്മുടെ ഭാരതത്തിലെ ജാതിപറിയന്മാർ മൃതദേഹത്തെ പോലും വെറുതെ വിടുന്നില്ല. അതായത് സംഭവം അങ്ങ് ബീഹാറിലാണ്. വൈശാലി ജില്ലയിലെ ഗോരോൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സോന്തോ അന്താരി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. അതായത് ജബ്കി ദേവി എന്ന 91 വയസ്സുള്ള വൃദ്ധ, ഒരു ദളിത് വൃദ്ധയാണ്. അവർ അന്തരിച്ചു. അപ്പോൾ അവരെ ശവസംസ്കാരം നടക്കണമെങ്കിൽ ഈ ഉന്നത കുല ജാതർ എന്ന് പറയുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രം കടന്നു വേണം. ആ റോഡിലൂടെ, ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ വേണം ഇവരുടെ ഡെഡ് ബോഡി, മൃതശരീരം കൊണ്ടുപോയിട്ട് ദളിതർക്ക് വേണ്ടിയുള്ള ശ്മശാനത്തിൽ അടക്കാൻ. അപ്പോൾ അവിടെ ഓരോ ജാതിക്കും ഓരോ ശ്മശാനമാണല്ലോ. അപ്പോൾ ദളിതരുടെ ശ്മശാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ മേലാളന്മാരുടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ പോകണം. ഈ ക്ഷേത്രം തന്നെ ഈ റോഡ് അതിക്രമിച്ച് കയറി റോഡിലോട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ശവഘോഷയാത്ര കടന്നു പോകാനായിട്ട് ഈ ഉന്നത കുല ജാതർ സമ്മതിച്ചില്ല. അപ്പോൾ ഇവർ അപ്പോൾ തന്നെ പോലീസിലൊക്കെ അറിയിച്ചു, പിന്നെ മറ്റ് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. ആരും തന്നെ എത്തിയില്ല. അതിനുശേഷം ഇവർ ആ റോഡിൽ തന്നെ, അതായത് ഈ ക്ഷേത്രം കടന്ന് അവരുടെ ശ്മശാനത്തിൽ പോയി അടക്കാതെ ആ റോഡിൽ തന്നെ ഈ ഹതഭാഗ്യയായ പാവം വൃദ്ധയുടെ 91 വയസ്സുള്ള വൃദ്ധയുടെ ശവശരീരം മറവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ പിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആളും പടഹമൊക്കെ വന്നു. അതായത് ജില്ലാ മജിസ്ട്രേറ്റും ഒക്കെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ സംഗതി ആ വൃദ്ധയെ ശ്മശാനത്തിൽ അടക്കാതെ റോഡിൽ തന്നെ അടക്കേണ്ടി വന്നു. അതിന് കാരണം ഈ ക്ഷേത്രം കടന്നു പോകാനായിട്ട് മേൽജാതിക്കാർ ഈ പാവങ്ങളെ സമ്മതിച്ചില്ല. അപ്പോൾ വന്ന് ഇപ്പോൾ മൃതദേഹത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഞാൻ എൻ്റെ കമൻറ്റിലിടാം. അപ്പോൾ സംശയമുള്ളവർക്ക് അതിൽ നോക്കാം. ഓക്കെ.